നമസ്കാരം. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ സമരത്തിനു ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. പരിഹരിക്കുന്നതിന് ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കും. വിദ്യാർത്ഥി ക്ഷേമ സമിതി എന്നായിരിക്കും അതിൻ്റെ പേര്. അപ്പോൾ കുട്ടികളുടെ ആവലാതികളും പരാതികളുമൊക്കെ സമയബന്ധിതമായി കേട്ട് തീർപ്പാക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് ആ വിദ്യാർത്ഥി ക്ഷേമ സമിതി പ്രവർത്തിക്കുക. ഈ സമിതിയുടെ ചെയർമാൻ സ്വീകാര്യതയുള്ള ഒരു സീനിയർ ഫാക്കൽറ്റി അംഗമായിരിക്കും. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് അരികുവൽകൃത വിഭാഗത്തിലും പെട്ട വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പരാതികൾ യഥാസമയം പരിശോധിച്ച് പരിഹരിക്കാനും ഈ ഗ്രാന്റ് ലഭിക്കുന്നതിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കാനും കഴിയുന്ന വിധത്തിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് കമ്മിറ്റിയെയും രൂപീകരിക്കും. അക്കാദമിക് പരാതികൾ പഠിക്കാനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഈ കുട്ടികളുടെ കോഴ്സിൻ്റെ ദൈർഘ്യം കുറച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ വർക്ക്ഷോപ്പുകൾ, പ്രൊജക്ട് ഫിലിം ചിത്രീകരണം ഇവയുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതൊക്കെ ആവശ്യമാണോ എന്നുള്ള വിധത്തിൽ വിലയിരുത്തുന്നതിന് അക്കാദമിക രംഗത്ത് പ്രാവീണ്യമുള്ള വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമിതിക്ക് രൂപം നൽകും. കോഴ്സിൻ്റെ ദൈർഘ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആ സമിതി പഠിക്കും. ഡിപ്ലോമകൾ സമയബന്ധിതമായിട്ട് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനകം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും മാർച്ച് 31 മുൻപ് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കും. പിന്നെ പ്രധാന അധികാര സമിതികളിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരും. വിദ്യാർത്ഥികൾ ഇതിനകം കോടതിയെ സമീപിച്ചിട്ടുള്ളതായ ചില കേസുകളുണ്ട്. ആ കേസുകൾ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നിർവാഹക സമിതി യോഗങ്ങൾ കൃത്യമായി ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് അവർ ഉന്നയിച്ചിട്ടുള്ള വേറെ ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്, അതും പരിഹരിച്ച് നടപ്പാക്കും. മറ്റൊരു കാര്യം കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബൈലോയിലെയും ബോണ്ടിലെയും ചില വ്യവസ്ഥകൾ വിദ്യാർത്ഥി വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബൈലോയും അവരൊപ്പുവച്ചിട്ടുള്ള ബോണ്ടുകളും പുനഃപരിശോധിച്ച് അത്തരം തെറ്റായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുമായിട്ടുള്ള ചർച്ചയിൽ ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സ്ഥാപനം ദേശീയ നിലവാരത്തിൽ ശ്രദ്ധേയമായ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിധത്തിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ശ്രദ്ധയും പരിഗണനയും ആ സ്ഥാപനത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ ഡയറക്ടറെ ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ദൂരീകരിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് അതിനെ മാറ്റാനാണ് വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് സർക്കാർ പരിശ്രമിക്കുന്നത്. സംവരണത്തിൽ വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവ നികത്തുന്നതിനുള്ള തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനം സമരം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. സമരം അവസാനിപ്പിച്ചുകൊണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നിർദ്ദേശങ്ങളൊക്കെ ആ റിപ്പോർട്ടുകളിലുള്ളതാണ്. ഈ ഡോക്ടർ NK ജയകുമാറും ഡോക്ടർ ജയകുമാറും രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ആവശ്യം അങ്ങനെ അവർ പ്രസ് ചെയ്തിട്ടില്ല.
വിദ്യാർത്ഥികൾ സമരം ഒത്തുതീർന്നു എന്നുള്ള കാര്യം ഞാൻ സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവിടെ പഠനം തുടരട്ടെ സുഹൃത്ത്. അക്കാദമികമായ കാര്യങ്ങൾ ശാന്തമായിട്ട് ഇനി ആരംഭിക്കട്ടെ. കുറേ ദിവസം പഠനം മുടങ്ങിപ്പോയി, ഇനി അത് നന്നായി പോട്ടെ. ഇനിയും നമുക്ക് അത് പ്രശ്നകലുഷിതമാക്കണ്ട. എല്ലാവർക്കും നന്ദി, സന്തോഷം. കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചർച്ച വിജയകരമായിരുന്നു. സമരം ഒത്തുതീർപ്പ് ആയതായി മന്ത്രി അറിയിച്ചിരിക്കുന്നു. സമരം അവസാനിപ്പിച്ചതായി സമരസമിതി അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഉന്നതതല കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശം കുട്ടികളുമായി ചർച്ച ചെയ്ത് ധാരണയായി. പുതിയ ഡയറക്ടറെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകൾ നികത്തും. അടുത്ത അധ്യയന വർഷം മുതൽ പ്രോസ്പെക്ടസിൽ സംവരണ സീറ്റുകളുടെ വിവരം ഉൾപ്പെടുത്തും. ഡയറക്ടറുടെ വീട്ടിൽ ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കില്ല എന്നത് ഉറപ്പാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി പറഞ്ഞത്. നന്ദകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നന്ദു, എന്തായാലും സമരം ഒത്തുതീർപ്പായിരിക്കുന്നു, ചർച്ച വിജയകരമായിരുന്നു എന്ന് മന്ത്രി അറിയിച്ചിരിക്കുന്നു. കുട്ടികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതായി ആണോ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ആർ ബിന്ദു പറഞ്ഞത്? മന്ത്രി പറഞ്ഞതനുസരിച്ച് കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ നടത്തി വന്ന സമരം 51 ദിവസം നീണ്ടുനിന്ന ഈ ഒരു സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അവർ മുന്നോട്ട് വെച്ച 15 ആവശ്യങ്ങൾ, അതിൽ ഒരു ആവശ്യം ഡയറക്ടറായ ശങ്കർ മോഹന്റെ രാജിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. അതിനുശേഷമുള്ള 14 ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ചില വിഷയങ്ങളിലൊക്കെ അനുകൂല തീരുമാനങ്ങൾ എടുത്തിരുന്നു. പ്രത്യേകിച്ച് ഉന്നതതല കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശം കുട്ടികളുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. പുതിയ ഡയറക്ടറെ നിയമിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 3 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്ന സംവരണ സീറ്റുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു സംവരണ സീറ്റുകൾ വിഷയം. ആ വിഷയത്തിലൊക്കെ തന്നെ സംവരണ സീറ്റുകൾ നികത്തുമെന്നും അടുത്ത അധ്യയന വർഷം മുതൽ ആ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ സംവരണ സീറ്റുകളുടെ വിവരം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജാതി വിവേചനം അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വന്നത് ഈ ഡയറക്ടറുടെ വീട്ടിൽ ജീവനക്കാരെ ജോലിക്ക് വയ്ക്കുന്ന ഒരു തീരുമാനമായിരുന്നു. എന്തായാലും അത് ഒരു തരത്തിലും അനുകൂലിക്കില്ലെന്നും ഈ ഒരു ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കില്ലെന്നും ഉറപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നന്ദകുമാറാണ് ആ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു വന്നിരുന്ന സമരം അത് അവസാനിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി മാധ്യമങ്ങളെ കാണുകയാണ്. നന്ദകുമാർ തുടരുന്നുണ്ട്. നന്ദു, എന്തായാലും ചർച്ച ഒത്തുതീർപ്പായിരിക്കുന്നു. കുട്ടികൾ 15 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതിലൊന്ന് ഈ പ്രധാനമായും ഈ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ഒരു നിലപാട് ഉണ്ടാകും. അപ്പൊ ഇത് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പൊതുസമൂഹം ഒരുപാട് പേര് കൂടെ വന്നു. പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് മാധ്യമങ്ങളായിക്കോട്ടെ, ഒരുപാട് നാട്ടുകാരായിക്കോട്ടെ, ചുറ്റുമുള്ള നാട്ടുകാർ, ഭക്ഷണം ഉൾപ്പെടെ വന്ന നാട്ടുകാരാണ്. അപ്പോൾ നാട്ടുകാരായിക്കോട്ടെ, അല്ലാതെ ഈ കേരളത്തിനും ഇന്ത്യയിലും വന്ന ആൾക്കാർക്ക്, ഞങ്ങളെ കാണാൻ വന്ന ആൾക്കാർ, അപ്പോൾ ഇവരൊക്കെ കാരണമാണ് ഈ സമരം 50 ദിവസം എത്തിയതും ഇത് ആൾക്കാരിലോട്ട് എത്തിയതും ഇതിൽ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ പറ്റിയതും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എത്രയും നല്ലൊരു അനുകൂലമായ തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയതും. അപ്പോൾ ഇനി ഇതുമായി മുന്നോട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. സമരത്തിൽ പങ്കാളിയായ വിദ്യാർത്ഥിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ചർച്ച വിജയിച്ചതിലും സമരം അവസാനിച്ചതിലും ഒക്കെ തന്നെയും വളരെ നന്ദിയുണ്ടെന്നും അതിനൊപ്പം തന്നെ മാധ്യമങ്ങൾക്കടക്കം നന്ദി പറയുകയായിരുന്നു വിദ്യാർത്ഥി. നന്ദകുമാർ തുടരുന്നുണ്ട്. നന്ദകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചതിലൊന്ന് ഈ സംവരണ സീറ്റ് അട്ടിമറിയായിരുന്നു. അതിലെന്തായാലും കർക്കശമായ നടപടി ഉണ്ടാകും. ഇനി മുതൽ അടുത്ത അധ്യയന വർഷം മുതൽ ഈ പ്രോസ്പെക്ടസിൽ തന്നെ സംവരണ സീറ്റിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ നൽകും, അല്ലെങ്കിൽ ആ ഒരു നിയമനം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നൽകുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്, അല്ലേ? നന്ദകുമാറിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സമരം നാളുകളായി നടന്നു വന്നിരുന്ന സമരമാണ്
ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്? വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു സമരത്തെ നയിച്ച വ്യക്തികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണം ഈ നിമിഷം എങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഇവരുടെ എല്ലാം പ്രതികരണം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ആര്യ വരുന്നത്. ഇവരെല്ലാവരും വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തിരുവനന്തപുരത്താണ് ഉള്ളത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് അവരെ ഏതാണ്ട് 48 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് ഈ ശങ്കർ മോഹൻ രാജിവെച്ച സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. സർക്കാരിൽ നിന്ന് കൃത്യമായ ഉറപ്പുകൾ വേണം. കഴിഞ്ഞ കുറേ നാളുകളായി ആ കോളേജിന്റെ സാഹചര്യം ഏതാണ്ട് പൂർണ്ണമായും അലങ്കോലപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ സമരം കൊണ്ട് അതിലൊക്കെ ഒരു തീർപ്പായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ആശ്വാസകരമായ ഒന്നും അതുതന്നെയാണ്. സംവരണ അട്ടിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനടക്കം ആ കോളേജിന്റെ ആ ക്യാമ്പസിന്റെ കോഴ്സ് സ്ട്രക്ചർ അടക്കം വളരെ ബുദ്ധിമുട്ടേറിയ ഒരുപാട് പരാതികളും പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്ന സ്ട്രക്ചറായിരുന്നു. ഇതെല്ലാം മാറ്റാനുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നൊരു ഉറപ്പ് നൽകുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി അത് മാറ്റുമെന്ന ഉറപ്പിലേക്ക് സർക്കാരിൻ്റെ കൂടുതൽ ശ്രദ്ധയിലേക്ക് അത് സമരം മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിജയമായി എടുത്തു പറയാനുള്ളത്. എന്തായാലും ഇതിൽ ശങ്കർ മോഹനെ രാജി എന്നത് അവിടെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നെങ്കിലും അതിൽ മാത്രമല്ലായിരുന്നു ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ എന്നുള്ളത് കൂടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സമര വിജയം തന്നെ. ഏതാണ്ട് ഇത്രയധികം നാൾ സർക്കാർ ഈ സമരത്തെ കാര്യമായി ഗൗരവം കൊടുക്കാതെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ തുടർ സമരം ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സമര ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരം ജാതി അധിക്ഷേപങ്ങളൊക്കെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പല കേന്ദ്രങ്ങളിലും ക്യാമ്പസുകളിലും ഒക്കെ കാണുന്ന ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. അതിനെതിരെ കടുത്ത വിമർശനം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അവിടെ കേരളം ഒരു ഇടത് സർക്കാർ ഭരിക്കുമ്പോഴും ഇവിടെയും ഇങ്ങനെ എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ നിന്നൊക്കെ ഇടതുപക്ഷത്തെ വല്ലാതെ പിന്തുണയ്ക്കുന്നവർ തന്നെ സമരരംഗത്തേക്ക് കാര്യമായി എത്തി ഈ സമരത്തിന് ഊർജം പകർന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനൊക്കെ ഒടുവിലാണ് സർക്കാർ ഈ വിഷയത്തെ കുറച്ചുകൂടി അതിന് അർഹതപ്പെട്ട ഗൗരവത്തിൽ കാണാൻ തയ്യാറായത്. എന്തായാലും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ പലതും നിന്നിരുന്നുവെങ്കിലും കുട്ടികളെ സംബന്ധിച്ച്, കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചടക്കം അതൊരു ഗൗരവമേറിയ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായി മാറിയിരിക്കുന്നു. അതിൻ്റെ സമരത്തിൻ്റെ വിജയം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് കെ ജയകുമാർ അധ്യക്ഷനായ കമ്മിറ്റി തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ശുപാർശകളും സർക്കാർ ഗൗരവത്തോടെ കാണുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആര്യ, തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിശ്ചയദാർഢ്യത്തോടെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരമാണ്. അത് വിജയം കണ്ടിരിക്കുന്നു. ചെയർമാന്റെ ഭാഗത്തു നിന്നുപോലും ഇത്തരത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ അധിക്ഷേപമുയരുന്ന സാഹചര്യം, ജാതി വിവേചനം നടന്ന ഒരു പശ്ചാത്തലം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംവരണ സീറ്റ് അട്ടിമറി, അക്കാഡമിക്കലി നോക്കുമ്പോൾ അവർക്ക് മികച്ച പഠന സൗകര്യം നൽകുന്നില്ല എന്നതടക്കമുള്ള ഒരുപാട് ഗുരുതരമായ വിഷയങ്ങൾ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ആ വിഷയങ്ങളൊക്കെ തന്നെയും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി 15 ഇന ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായതോടുകൂടി ഈ ഒരു സമരം ഒത്തുതീർപ്പായതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. സെക്രട്ടേറിയറ്റ് സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് റിമാൻഡിൽ. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്നാരോപിച്ച് നടത്തിയ മാർച്ചിലെ സംഘർഷത്തിലായിരുന്നു അറസ്റ്റ്. സർക്കാരിന്റേത് രാഷ്ട്രീയ പകപോക്കലെന്ന് PK ഫിറോസ്. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകും. അറസ്റ്റിനെ നിയമപരമായി നേരിടുമെന്നും PK ഫിറോസ് പ്രതികരിച്ചു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമരങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള ഉദ്ദേശം ഇത് ശക്തമായി നേരിടും. അറസ്റ്റ് കൊണ്ട് പിന്മാറുന്ന പ്രശ്നമില്ല. ശക്തമായി സമരവുമായി മുന്നോട്ട് പോകും. ജനകീയ സമരങ്ങളോട് സർക്കാരിന് അസഹിഷ്ണുതയാണെന്നും ഫിറോസിന്റെ അറസ്റ്റിനെ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇപ്പോ സംസ്ഥാന സെക്രട്ടറി ഫിറോസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം
ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നു. പ്രക്ഷോഭങ്ങളിലൂടെ പ്രസ്ഥാനം വളർത്തിയെടുത്ത് അധികാരത്തിൽ വന്ന ഇടത് ഗവൺമെന്റ് ഇപ്പോ ജനകീയ പ്രശ്നങ്ങളിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി എത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ അസഹിഷ്ണുതയാണ്, വളരെ വ്യക്തമാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്ന ഗവർണറെ പരോക്ഷമായി വിമർശിച്ച് നയപ്രഖ്യാപന പ്രസംഗം. നിയമനിർമ്മാണത്തിന്റെ അന്തസ്സത്തെ സംരക്ഷിക്കപ്പെടണമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിച്ച പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലടക്കം കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളും ഒന്നുവിടാതെ ഗവർണർ വായിച്ചു. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഗവർണർ അതേപടി വായിക്കുമോ എന്നായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. എന്നാൽ ലോകായുക്ത ഭേദഗതിയും സർവകലാശാല ഭേദഗതി ബില്ലുകളും ഒപ്പിടാത്തതിനെതിരെയുള്ള വിമർശനവും ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് സർക്കാർ വായിപ്പിച്ചു. Legislative assemblies represent the will of the people, the spirit of legislation and the intention of the legislature has to be protected. My government is committed to the constitutional value that intention of the legislature should take effect as law. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഈ നയപ്രഖ്യാപനത്തിലുമുണ്ട്. അതും ഒന്നുപോലും വിടാതെ ഗവർണർ വായിച്ചു. For the body politic of the nation to be strong, it needs strong limbs. States have heavy responsibilities in the social sector and their fiscal position has to be strong. Recent measures to curtail the borrowing limits of the states constrain the scope of their interventions in the health, education and infrastructural sectors. നീതി ആയോഗിന്റെയും റിസർവ് ബാങ്കിന്റെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത്. ദേശീയപാതാ വികസനത്തിൽ കേന്ദ്രത്തെയും നയപ്രഖ്യാപനം അഭിനന്ദിച്ചു. Kerala has been ranked at the forefront among the states in the achievement of sustainable development goals consistently by the Niti Aayog of the Reserve Bank of India on state finances. Kerala is one of the relatively better off among the states regarding innovation index addressing environmental concerns. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഡാമിന്റെ പഴക്കം ഭീഷണിയാകുന്നുവെന്നുമുള്ള ആശങ്ക ആവർത്തിച്ച നയപ്രഖ്യാപനം സിൽവർ ലൈനിൽ സർക്കാർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു. Kerala has been taking a consistent stand that while sufficient water should be given to Tamil Nadu, a new dam needs to be constructed, considering the grave threats posed by existing aged Mullaperiyar Dam. 1 മണിക്കൂർ 14 മിനിറ്റ് മാത്രമുള്ള താരതമ്യേന ദൈർഘ്യം കുറഞ്ഞ പ്രസംഗമായിരുന്നു ഇത്തവണത്തേത്. നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്ന് സ്വീകരിച്ചു. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ചരിത്രത്തിലെ ഏറ്റവും മോശമായ നയപ്രസംഗമായി ഇത് അറിയപ്പെടുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്താലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. RSSന്റെ ഏജന്റെന്ന് നിരന്തരമായി CPM ആക്ഷേപിച്ചിരുന്ന ഗവർണറുമായി മുഖ്യമന്ത്രി നടത്തിയ ഒത്തുതീർപ്പിന്റെ പ്രതിഫലനമായിരുന്നു ഇന്ന് ഗവർണർ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം. കാരണം കേന്ദ്രത്തെ തലോടിക്കൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപനം കടന്നുപോയത്. ഗവൺമെന്റ് പുറപ്പുറത്ത് കയറിയിട്ടാണ് കേന്ദ്രത്തിനെതിരായിട്ട് വിമർശനം നടത്തിയിരുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനം ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ്, അത് ചെയ്യാതെയാണ് ഈ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയത്. ലൈഫ് മിഷൻ അഴിമതി കേസിൽ സ്വപ്ന സുരേഷ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ട്. 6 കോടി രൂപയുടെ കോഴ ഇടപാടാണ് നടന്നത്. നേരത്തെ കൈമാറിയ തെളിവിൽ എത്രമാത്രം കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അറിയില്ലെന്നും സ്വപ്ന പറഞ്ഞു. This is the first time I'm actually appearing before the ED for Life Mission case.
CBI ഓൾറെഡി ചോദ്യം ചെയ്ത കേസാണ്. ഇപ്പോൾ ED 2021 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ സമൻസ് അയച്ചു. ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ ദി ഇൻട്രഗേഷൻ. ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ചോദിക്കുന്നത്. ലൈഫ് മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷയോടെ അകത്തോട്ട് പോകാനുള്ള സത്യങ്ങൾ പുറത്തു വരിക. ഈ ലൈഫ് മിഷൻ ആയാലും ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ആയാലും ഏതിലായാലും ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റീസും വെളിയിൽ വരിക, സത്യം വെളിയിൽ വരിക, ആ പ്രതീക്ഷയോടെ പോവുക. കയറി ഇറങ്ങിയതിനു ശേഷം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ശിവശങ്കറിന് പണം കൈമാറിയതായി അറിയാമെന്നും എല്ലാം ഇഡിക്ക് മുന്നിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്നും മറ്റൊരു പ്രതിയായ സരിത്ത് പറഞ്ഞു. എറണാകുളത്ത് നോറോ വൈറസ് സ്ഥിരീകരിച്ചു. കാക്കനാട്ടെ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് നോറോ വൈറസ് സ്ഥിരീകരിച്ചത്. 67 കുട്ടികൾക്ക് സമാന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. കൂടുതൽ കുട്ടികളിലേക്ക് പകരാതിരിക്കാൻ ക്ലാസുകൾ ഓൺലൈനാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.